കഥകൾ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദ സ്റ്റോറി ലാൻഡിനിലേക്ക് സ്വാഗതം. കഥകൾ പ്രകാശിക്കുന്ന ഒരു മനോഹര ലോകത്തിലേക്ക്. ഇവിടെ ഞാൻ പ്രാചീനവും പ്രശസ്തവുമായ കഥകൾ എൻ്റെ സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിക്കുന്നു. വരൂ, നമുക്ക് ഒരുമിച്ച് കഥകളുടെ യാത്ര ആരംഭിക്കാം. മർക്കടാപായം. ഒരു വലിയ പട്ടണത്തിന് സമീപം പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് അതിൻ്റെ മേൽക്കൂര കൂടി തകർന്നു വീണു. ആശാരിമാർ അത് പുതുക്കി പണിയുവാൻ മരത്തടികളുമായി വന്നെത്തി. അപ്പ് വെച്ച് അവർ മരം പണിത്തരമാക്കാൻ ഈർന്നു മുറിച്ചുകൊണ്ടിരുന്നു. പകുതിയോളം പിളർന്നു. നേരം ഉച്ചയായി. അവർ പണിയായുധങ്ങൾ താഴെ വെച്ച് അപ്പു മുറുക്കി ഭക്ഷണത്തിനായി സ്ഥലം വിട്ടു. ആ സമയത്താണ് കുറേ കുരങ്ങന്മാർ കൂട്ടം കൂട്ടമായി അവിടെ എത്തിയത്. പകുതി ഈർന്നു മുറിച്ച മരത്തിനു മുകളിൽ കയറിയിരുന്ന ഒരു കുരുങ്ങൻ അപ്പിളക്കുവാൻ തുടങ്ങി. പകുതി പിളർന്നിരുന്ന മരത്തിൻ്റെ വിള്ളലിൽ തൻ്റെ വൃഷ്ണം പെട്ടിരിക്കുന്ന കഥ ആ പാവം കുരങ്ങൻ അറിഞ്ഞിരുന്നില്ല. ആകാവുന്ന ശക്തിയിൽ അവൻ അപ്പിളക്കി തുടങ്ങി. അതിളകിത്തെറിച്ചതോടെ വൃഷ്ണം തകർന്ന് പാവം കുരങ്ങൻ ചത്തുപോയി. വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് തലയിട്ടാൽ ഇതുപോലെ ഏവർക്കും ആപത്താണ് ഫലം. കുരങ്ങനു പിണഞ്ഞ അപകടം ഒരു പാഠമാണ്. സിംഹം ഭയപ്പെടുകയോ ഏതോ ആകട്ടെ, നമുക്കിതിലെന്ത് കാര്യം? ദമനക, നമ്മൾ രുചിയുള്ള ഭക്ഷണം ബാക്കി വെച്ചാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതും കൂടി വേഗം ചെന്ന് ഭക്ഷിക്കാം. ദമനകന് ആ അഭിപ്രായം അത്ര ഇഷ്ടപ്പെട്ടില്ല. കേവലം ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമെന്ത്? വെറും ഭക്ഷണം മാത്രം മോഹിച്ചുകൊണ്ട് രാജാവിൻ്റെ മന്ത്രി എന്ന മേനി നടിച്ച് എന്തിനു ജീവിക്കണം? മറ്റു ജീവികളിൽ നിന്ന് എന്താണ് അപ്പോൾ ഒരു പ്രത്യേകത? പൗരുഷത്തോടെ ജീവിക്കണം, അതിലേ മാന്യതയുള്ളൂ. ആഹാരത്തിനു വേണ്ടി പട്ടികളെപ്പോലെ യജമാനന്മാരുടെ മുമ്പിൽ വാലാട്ടി നിൽക്കുകയോ? ആ ജീവിതം നിന്ദ്യം തന്നെ. വിദ്യ കൊണ്ടും ശൗര്യം കൊണ്ടും സ്വന്തം ജീവിതം നയിക്കുന്നവനാണ് ധന്യൻ. പരാക്രമം കൊണ്ടും വിദ്യ കൊണ്ടും കീർത്തി നേടി ജീവിതം നയിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. ആഹാരം, ഉറക്കം, ഇണചേരൽ എന്നിവയിൽ മാത്രം തൽപരരായി ജീവിക്കുന്നത് പശുക്കളും പുരുഷാധമന്മാരുമാണ്. ധീരനും ബുദ്ധിമാനുമായ നമ്മുടെ ചക്രവർത്തി സിംഹം ഇങ്ങനെ വിഷണ്ണനായി തീരുവാൻ കാരണമെന്ത്? ഇതാണ് എൻ്റെ ചിന്ത.